ഇപ്പോൾ വലിയ രീതിയിലുള്ള റോഡിലൂടെയുള്ള ആഘോഷം ഇപ്പോൾ കോട്ടമൈതാനത്തേക്ക് പോകുന്നു. എനിക്കൊന്ന് അലമീൻ, എവിടം വരെയാണ് ഈ യാത്ര ഉണ്ടാവുക? അരുൺ, വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ്. അത് ബസ് സ്റ്റാൻഡ് പരിസരം വരെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ആൾക്കൂട്ടമുണ്ട്, വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ട്. അവരെല്ലാം വലിയ ആവേശത്തിലാണ്. ആ പ്രവർത്തകരെല്ലാം ആവേശത്തിരയിൽ എത്തിക്കൊണ്ട് തന്നെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. DJ ഉണ്ട്, നൃത്തച്ചുവടുകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വല്ലാത്തൊരു ആഘോഷത്തിലൂടെയാണ് UDF പ്രവർത്തകർ പാലക്കാടിന്റെ തെരുവീഥികളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് ഇന്ന് അവസാനിക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്തല്ലേ സമാപിക്കുന്നത്? സമാപിക്കുന്നത് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു ആവേശകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. വിചാരിച്ചിരുന്ന വിജയം തന്നെയാണോ? ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലിയ വിജയമാണ് പാലക്കാട് ജനത സമ്മാനിച്ചത്. ഞങ്ങൾക്ക് വളരെ വലിയൊരു സന്തോഷ നിമിഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് കേരള നിയമസഭയിലേക്ക് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പോകുമ്പോൾ കൃഷ്ണകുമാർ ഗിന്നസ് ബുക്കിലേക്കാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ സ്ഥാനാർത്ഥി എന്നുള്ള ബഹുമതി കൃഷ്ണകുമാറിന് സ്വന്തമാകുകയാണ്. ഡോക്ടർ സരിൻ എന്ന് പറയുന്ന ആള് ഇനി ഏത് സ്ഥലത്തേക്കാണ് പോവുക, ഏത് പാർട്ടിയിലേക്കാണ് പോവുക, എവിടേക്കാണ് പോവുക എന്ന് ഞങ്ങൾക്ക് പോലും ആശങ്കയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കമന്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരള നിയമസഭയിലേക്ക് പോകുന്നു. കൃഷ്ണകുമാർ പരാജയപ്പെട്ട ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട ആൾ സ്ഥാനാർത്ഥി ആദ്യമായി ഗിന്നസ് റെക്കോർഡിലേക്ക് പോകുന്നു. സരിൻ എവിടേക്ക് പോകുമെന്നുള്ളൊരു ചോദ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. കുമാർ അങ്ങനെ എല്ലാ തരത്തിലും ആവേശത്തിന് ഒരു കുറവുമില്ല. നമ്മൾ കലാശക്കൊട്ട സമയത്തും പ്രചരണ സമയത്തുമൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ അനവധിയാണ്. അതിനെയൊക്കെ വെല്ലുന്ന തരത്തിലാണ് DJ വാഹനം ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് പ്രവർത്തകർ ആടിപ്പാടി തിമിർത്ത് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആ ആട്ടത്തിലും പാട്ടത്തിലും പ്രവർത്തകർ മാത്രമല്ല പങ്കുചേരുന്നത്. ആ ആട്ടത്തിനോടൊപ്പം ഷാഫി പറമ്പിൽ തുള്ളിച്ചാടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മതിമറന്ന് ആഘോഷിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം വല്ലാത്ത വിജയമാണ്. ഈ വിജയത്തിന് മധുരമേറെയാണ്. ഈ വിജയത്തേര് അത് കൽപ്പാത്തിയിലെ രഥോത്സവത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ, ഒരുപക്ഷെ അതുപോലെ കോൺഗ്രസിലെ വിജയോത്സവമായി അവർ ഈ പാലക്കാട്ട് വിജയം ആഘോഷിക്കുകയാണ്. അരുൺകുമാർ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ BJP വിജയിച്ചു വരികയോ ചെയ്തിരുന്നെങ്കിൽ, ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിരുന്നുവെങ്കിൽ, ഇനി അതല്ല ഭൂരിപക്ഷത്തിന്റെ കണക്കിൽ ഒരു കുറവുണ്ടായിരുന്നുവെങ്കിൽ, അത് കേരളത്തിലെ കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസ് ഉണ്ടാക്കുമായിരുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, അത് പാലക്കാട്ട് കോൺഗ്രസിലും അതിന്റെ പൊട്ടിത്തെറികൾ വലിയ രീതിയിൽ ഉണ്ടാകുമായിരുന്നു. അതിനുമപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവർക്കും മറുപടി പറയാനും അവർ പോലും പ്രതിരോധിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിയേനെ. കാര്യങ്ങൾ ഓക്കെ, അലമീൻ തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് തന്നെ കൊടുക്കാം.